മ്യൂസിക് ലിസ്റ്റ് നോക്കുമായിരുന്നു. ഗപ്പി മുതൽ നോക്കിക്കഴിഞ്ഞാൽ അമ്പിളി, നായാട്ട്, തല്ലുമാല, അതുപോലെ ഫാലിനി, പ്രേമലു, പിന്നെ ആലപ്പുഴ ജിംഖാന, ഈ പറയുന്ന പോലെ തലയുമായി ട്രിപ്പിൾ ടി, ചവറ് പോലെ സിനിമകളൊന്നുമില്ല. പക്ഷെ ഉള്ള സിനിമകൾ മൊത്തം സംഭവമാണ്. എന്താണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നിട്ടും അതുകൊണ്ടാണ് സെലക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ നല്ലൊരു സംഭവം ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതുപോലത്തെ ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇങ്ങനത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടർമാരെല്ലാം തന്നെ അവർക്ക് അവരുടെ സിനിമയിലേക്കൊരു വേറൊരു വൃത്തിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ അതിനെ എങ്ങനെ മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയ്ക്കൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അതെനിക്ക് ഒരു ബെറ്റർ മ്യൂസീഷ്യനായിട്ട് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സിനിമകൾ. അതാണ് എൻ്റെ. ഇപ്പൊ ഗപ്പി അല്ലേ ആദ്യത്തെ സിനിമ, അപ്പൊ അതിലെ ഒന്ന് നനയെന്നുള്ള സോങ്, അതുപോലെ അമ്പിളിയിലെ ആരാധികെ, ഇതൊക്കെ ചാർട്ട് ബസ്റ്റേഴ്സ് ആണ്, മലയാളത്തിലെ ടോപ്പ് സോങ്സ് ആണ് ആ വർഷത്തെ. അപ്പൊ ഒരുപാട് കോൾസ് ഒരുപാട് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടാവില്ലേ? അപ്പോ ആരെങ്കിലും നിരാശപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, പക്ഷെ കുറച്ചു പേരൊക്കെ അങ്ങനെ സിനിമകളായിട്ട് സമീപിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സിനിമകൾ ഒരു സമയത്ത് ചെയ്യാനായിട്ട് അതിനുള്ളൊരു അങ്ങനെ കേപ്പബിൾ അല്ല ഞാൻ. അതുകൊണ്ട് ഒരു പടം തീർത്ത് കഴിഞ്ഞിട്ട് അടുത്ത പടം തീർക്കുക, അങ്ങനത്തെ ഒരു മൂഡ്. ഈ ഹിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു റെസിപ്പി എങ്ങനെയാണ്? ആ ഒരു പ്രോസസ്സിന് അത് ആദ്യത്തെ ട്യൂൺ തന്നെ ഓക്കെ ചെയ്യോ, അതോ ഇങ്ങനെ ഡയറക്ടറോട് ചോദിച്ച് അവരുടെ ഓക്കെ സജഷൻ ആയിരിക്കും ഓക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം? അതിനൊരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കും, പടത്തിനും മാച്ച് ആവും, എനിക്കും കേൾക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം നോക്കാറുണ്ട്. അത് ചർച്ചകളിലൂടെ വന്ന് എത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ എന്റെ മാത്രം തീരുമാനത്തിലൊന്നും ഫൈനലൈസ് ചെയ്യാം. ഈ പ്രേമലു 2ന്റെ വർക്ക് തുടങ്ങിയോ? ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാവുന്നതാണ്, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ജീവ സർ ഒരു ക്വസ്റ്റ്യൻ.